ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചില്ലേ? ഇനി നമുക്കൊരു ന്യൂ ഇയർ കൂടി ഉണ്ട്. കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു, ന്യൂ ഇയറിലേക്ക് വന്നെത്തി. ഇപ്പൊ ഇന്ന് 31-ാം തീയതിയാണ്. അപ്പൊ ഇന്ന് നമുക്കൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു ചോക്ലേറ്റ് ഒക്കെ ഉള്ള ഒരു കേക്ക്, അതായത് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക്. അത് വെറും ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് അല്ല, ഒരു മിറർ ഗ്ലേസ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഉണ്ടാക്കിയാലോ നമുക്ക്. അപ്പൊ അതെങ്ങനെയാ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കണം. ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ മുന്നേ ഒരിക്കൽ വില്യത്തിന്റെ ബർത്ത്ഡേ കേക്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പൊ അതെല്ലാവരും കാണാം. അപ്പൊ ഇതാണ് നമ്മൾ ബേസ്. അപ്പൊ ഇത് നമുക്കൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ സൂത്രങ്ങൾ എങ്ങനെ കട്ട് ചെയ്യുന്നുള്ളതൊക്കെ. അപ്പൊ നമുക്കൊരു നൂല് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യാറ്. അപ്പൊ നല്ല ഭംഗിയായിട്ട് കിട്ടാറുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ആദ്യത്തെ ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. അടുത്ത ലെയറും കൂടി ഇതേപോലെ തന്നെ കട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ലെയറും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിവിടെ മാറ്റി വെക്കാം നമുക്ക്. ഇനി നമുക്ക് ചോക്ലേറ്റ് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും അതേപോലെ തന്നെ പ്രീമിയം മിൽക്ക് കോമ്പൗണ്ടിന്റെ ചോക്ലേറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതൊരു 400 ഗ്രാമാണ് നമുക്ക് ആവശ്യമുള്ളത് ഒരു കിലോ കേക്കിന്. അപ്പൊ അത് പകുതി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചേർക്കുന്നത് വെച്ചാൽ ഇത് പ്രത്യേക ടേസ്റ്റാണ്. ഈ ഫുള്ള് ഡാർക്ക് ചോക്ലേറ്റ് ആവണമെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഈ മിൽക്ക് കോമ്പൗണ്ട് കൂടി ആവുമ്പോഴാണ്. അപ്പോൾ ഇത് 2 പീസ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയും ഒരു 1/4 കപ്പ് വെള്ളം കൂടിയിട്ട് നമുക്കൊന്ന് പാനിയാക്കി എടുക്കാം. ഷുഗറൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. മറ്റേ നന്നായി ഇങ്ങനെ പാനി നൂൽപ്പരുവൊന്നും ആവണ്ട കേട്ടോ. നന്നായി ഷുഗറൊക്കെ നനഞ്ഞ് കിട്ടിയാൽ മതി. അപ്പൊ നമുക്കിത് കൂളാക്കാൻ മാറ്റി വെക്കാം. ഫ്രഷ് ക്രീമാണ്. അത് 250 ml ഫ്രഷ് ക്രീം നമുക്ക് ഇതിലേക്ക് ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബബിൾസ് ഒന്നും വരാണ്ട് സൈഡിൽ ചെറുതായിട്ട് ബബിൾസ് വന്നു തുടങ്ങിയാൽ ഭയങ്കര ഓവർ ഹീറ്റ് ആവരുത്. ഒന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടു. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് ചൂടാക്കിയെടുക്കാൻ. അത് ചൂടായി തുടങ്ങി കണ്ട സൈഡിൽ കണ്ട ബബിൾസ് ചെറുതായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മൾ ചോക്ലേറ്റ് പൊട്ടിച്ച് വെച്ചില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ നമുക്ക്. ഇനി നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിൽ ഇവിടെ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് സ്മൂത്താക്കി എടുക്കണം. അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. മെൽറ്റായിട്ട് വരുന്നുണ്ട് നന്നായിട്ട്. എല്ലാ ചോക്ലേറ്റിൽ ഇതിൽ നന്നായിട്ട് മെൽറ്റ് ആവണം. നന്നായിട്ട് മെൽറ്റ് ആയിട്ടാണ് നല്ല സിൽക്കി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചൂടിൽ നിന്ന് മാറ്റിയിട്ട് ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. കവർ ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം. ഒരു 1 hour കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. തിക്കായിട്ട് കേട്ടോ. സ്റ്റാറിൻ്റെ ഒരു നമുക്ക് കുറച്ച് ഗനാഷ് തിക്കായിട്ടുള്ളത് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്യാനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് കുറച്ച് നേരം നമ്മളിത് കഴിയണ വരെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നുകൂടി നമുക്ക് തിക്കായി കിട്ടും കേട്ടോ. ഇവിടെ കേക്ക് നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തേച്ച് കൊടുക്കാം. ഇത് നമുക്ക് കേക്ക് പീസ് എടുത്ത് വയ്ക്കാം. ഫോർക്ക് കൊണ്ട് ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുത്ത് നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചത്
നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം അതില്. ഇനി നമുക്ക് ക്രീം അതിലേക്ക് ചോക്ലേറ്റ് കുറേശ്ശെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ ഇതിൻ്റെ മുകളിൽ സൂക്ഷിച്ച് വെക്കാം. നേരത്തെ പോലെ തന്നെ ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുത്തിട്ട് അതിലും കൂടി ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ലെയർ കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ലാസ്റ്റത്തെ ലെയർ കൂടി നമുക്ക് എടുത്ത് വെക്കാം. ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഒരു 10 മിനിറ്റ്. ചോക്ലേറ്റ് കുറച്ച് ഗാർണിഷ് ചെയ്യാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചോക്ലേറ്റിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ 100 ml ഫ്രഷ് ക്രീം അതൊഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് ചൂടുവെള്ളത്തിന്റെ മേലെ വെച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. നമുക്ക് ഈ പാത്രം ഈ ചൂട് വെള്ളത്തിന്റെ മേലെ വെച്ചിട്ട് അതൊക്കെ നല്ല സിൽക്കി ആയിട്ട് എടുക്കാം. ഇത് നന്നായിട്ട് നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്, നല്ല സിൽക്കി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതില് മിറർ ഗ്ലേസിങ് കൊടുക്കുന്നത് ഹണിയാണ്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചൂടിന്ന് മാറ്റിയിട്ട് ഒരു ജസ്റ്റ് ഒന്ന് കൂളാവാൻ വെക്കാം. ഇനി നമുക്ക് തിൻ ചോക്ലേറ്റ് ഗനാഷ് പതുക്കെ കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ടേൺ ചെയ്ത് കൊടുക്കാം. $30 minutes നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഇപ്പൊ തന്നെ ഓൾറെഡി മിറർ ഗ്ലേസ്ഡ് ആണ്, എന്നാലും നല്ല ഭംഗിയായിട്ട് വരും കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് അടിപൊളിയല്ലേ? എല്ലാവരും ഈ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാം. അപ്പൊ എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പുതുവത്സരാശംസകൾ നേരുന്നു. എല്ലാവരും അടിച്ചു പൊളിക്കാം കേട്ടോ. അപ്പൊ അടുത്ത തവണ നമുക്ക് കാണാം. ബൈ.